ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് NAS പൊളിറ്റിക്കൽ സയൻസിലെ 5ാമത്തെ അധ്യായവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം പല ആളുകളും കേട്ടിട്ട് അവരുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങളാണ്. ഏതായാലും നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ട് എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് 5ാമത്തെ അധ്യായമാണ്. 5ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു അധ്യായം കൂടിയാണ് ഇത് 5ാമത്തെ അധ്യായം. ഏതാണ് 5ാമത്തെ അധ്യായം? പ്രിയാമ്പിൾ ആൻഡ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും അതിൻ്റെ സവിശേഷതകളും എന്ന ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ്. പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ പഠിച്ചു വെക്കൽ അനിവാര്യമാണ്. പരീക്ഷയ്ക്ക് മാത്രം മനസ്സിലാക്കി വെക്കേണ്ട അധ്യായമല്ല, മറിച്ച് നമ്മൾ എന്താക്കണം, ഇന്ത്യൻ പൗരന്മാരായ നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് 5ാമത്തെ അധ്യായം. ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു അധ്യായമാണ്. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പല ആളുകൾക്കും അറിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്. അതെല്ലാം പഠിക്കാൻ അവസരം ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത്, ഈ 5ാമത്തെ അധ്യായം. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമൊന്നും അറിയാത്തവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അധ്യായം കൂടിയാണ്. എന്താണ് ഭരണഘടന? വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരമായ നിയമമാണ് ഇത് ഭരണഘടന. നമ്മൾ മുമ്പ് ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് ഭരണഘടന എന്നത്. നമ്മൾ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്ത് സമയം കളയുന്നില്ല. അപ്പോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രിയാമ്പിൾ. ആമുഖം എന്നാൽ എന്താണ് ആമുഖം എന്നാൽ? ഭരണഘടനയുടെ ആമുഖത്തെ പ്രിയാമ്പിൾ എന്നാണ് പറയുക. എന്താണ് പറയല്? പ്രിയാമ്പിൾ എന്നാണ് പറയുക. ഇതിൽ ഭരണഘടനയുടെ ആവശ്യകത എന്താണ്, ഈ ഭരണഘടനയുടെ ആവശ്യകത, അതോടൊപ്പം തന്നെ ഈ ഭരണഘടനയുടെ ലക്ഷ്യപ്രാപ്തിയെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പ്രിയാമ്പിളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകൾ. എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ബേസിക് ഫീച്ചേഴ്സ്? ഒന്ന്, ഏറ്റവും ദീർഘമായ ഒരു ലിഖിത ഭരണഘടനയാണ് ഇത് ഇന്ത്യൻ ഭരണഘടന. രണ്ടാമതായിട്ട് പറയുന്നത് ജനങ്ങളുടെ പരമാധികാരം. എല്ലാ ജനങ്ങൾക്കുള്ള പരമമായിട്ടുള്ള അധികാരം എന്തിനുണ്ട്? ഭരണഘടനയിൽ. മൂന്നാമതായി പറയുന്നത് ജനങ്ങളുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നാലാമതായി പറയുന്നു ഭരണഘടനയുടെ പരമാധികാരം. 5 പാർലമെന്ററി, 6 മതേതര രാഷ്ട്രം. ഇത് ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളാണ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതാണെന്ത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഇനി ചാപ്റ്ററിൽ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമാണിത് നീതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഡിഫൈൻ ജസ്റ്റിസ്. നീതിയെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അവിടെ സാമൂഹ്യ നീതിയെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടാകും, സാമ്പത്തിക നീതിയെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടാകും, രാഷ്ട്രീയ നീതിയെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടാകും. അതോടൊപ്പം തന്നെ എന്താണ്, ഏതെല്ലാം നീതികളുണ്ടോ അതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ച് അത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. കാരണം പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ പെട്ടതാണ്. ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണെന്ത്, ഭരണഘടനയുടെ പരമാധികാരം, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്കിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു അധ്യായമാണ് ഇത് ഈ 5ാമത്തെ അധ്യായം. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തു വെക്കണം. അപ്പൊ ഈ വിഷയങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇനി ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. അത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും,
പരീക്ഷയിൽ എഴുതാൻ കഴിയും, പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകൾ. നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലിഖിതമായ ഭരണഘടനയാണ് ഇത് ഇന്ത്യൻ ഭരണഘടന. അതുപോലെ തന്നെ ജനങ്ങളുടെ പരമാധികാരം, അതോടൊപ്പം തന്നെ ഭരണഘടനയുടെ പരമാധികാരം, മതേതര രാഷ്ട്രം, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, പാർലമെന്ററി, ഇതൊക്കെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി വിശദമായിട്ട് മനസ്സിലാക്കി വെക്കണം, വായിച്ചു പഠിക്കണം. ഈ ചാപ്റ്ററിൻ്റെയും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനുകളുടെയും എല്ലാം വിശദമായ വീഡിയോ ക്ലാസ്സുകളെല്ലാം ഞങ്ങളുടെ നാഷണൽ അക്കാദമിയുടെ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പം നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താൻ നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ട് നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അന്നേരം നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.